ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലിക്ക് ആൻഡ് കുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോം മെയ്ഡ് കുക്കീസ് ഉണ്ടാക്കാനുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. വീറ്റ് കുക്കീസാണ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റൗ ടോപ്പിൽ തന്നെ നല്ല ഈസി ആയിട്ടാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു വലിയ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആവുന്നവരേക്കും നമുക്കിതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1 കപ്പ് ആട്ടപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പ് പിന്നെ ഒരു 1/4 ടീസ്പൂൺ വനില എസൻസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഫോഴ്സ് എടുത്ത് കുഴക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുക്കീസ് ഉണ്ടാക്കുന്നത് ശരിയായി വരില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് കുറച്ചൊരു തരിതരിപ്പ് പോലെ ഇരിക്കും, കുറച്ചിങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്ത് നമുക്ക് മാവ് അതിൽ വെച്ചെടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ എവിടെ ഒട്ടിപ്പിടിക്കുകയില്ല. അതുപോലെ തന്നെ കുക്കീസൊക്കെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാ ഡയറക്ഷനിലേക്കും ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയും ചെയ്യരുത്. നമ്മുടെ സാധാരണ കുക്കീസ് ഉണ്ടാകുന്ന ആ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് ഇത് പരത്തി റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുക്കി കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ കുക്കീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് നമുക്ക് എല്ലാത്തിലും ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കത്തി യൂസ് ചെയ്ത് മെല്ലെ ഇത് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാനില്ല, ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. ഇതുപോലെ നമുക്ക് ബാക്കി കുക്കീസും കൂടി റെഡിയാക്കാം. പഞ്ചസാരയൊക്കെ വിതറി നല്ല പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ബാക്കി വരുന്ന മാവ് നമുക്കൊന്നും കൂടി
മിക്സ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ അവിടെ എടുത്ത് വെക്കാം. നമുക്ക് അടുത്ത സെറ്റ് ബിസ്ക്കറ്റ് ഇതിന്ന് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കീസ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിനോട് ഞാനൊരു ഡീപ്പർ പാൻ ലോ ഫ്ലെയിമിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കവർ ചെയ്ത് ഒരു 5 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടായി വന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു ബേക്കിംഗ് ട്രേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരന്ന പാത്രം ഇറക്കി വെക്കാം. ഗ്രീസ് ചെയ്തിട്ടുണ്ടാവണം, അപ്പോൾ പിന്നെ ഒട്ടി പിടിക്കില്ല. ഇത് നമുക്ക് ഓരോ കുക്കിയായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് കൊണ്ട് അടുത്ത സെറ്റ് ബിസ്ക്കറ്റുള്ളത് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഈ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണം. ചിലപ്പോൾ 10 മിനിറ്റിനൊന്നും ആവശ്യം ഉണ്ടാവില്ല, 8 മിനിറ്റ് കൊണ്ടും റെഡിയാവാം. നിങ്ങൾ കട്ട് ചെയ്ത തിക്നെസ് അനുസരിച്ചായിരിക്കും ബേക്ക് ചെയ്യാനുള്ള ടൈം. അപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതിപ്പോഴും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. കുറച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ആ ബിസ്ക്കറ്റിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ വരുള്ളൂ, നല്ല ക്രഞ്ചിനെസ് വരുള്ളൂ. ഇതിലേക്ക് നമുക്ക് അടുത്ത സെറ്റ് കുക്കീസ് കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ ബേക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാ സെറ്റ് കുക്കീസ് നമുക്ക് റെഡിയാക്കാം. ഈ ബിസ്ക്കറ്റ്സിൻ്റെ സൈഡ്സ് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് ആട്ടപ്പൊടി യൂസ് ചെയ്ത് എനിക്കൊരു 20 ബിസ്ക്കറ്റോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. കാണുന്നത് പോലെ തന്നെ നല്ല എളുപ്പമാണ്, അതേപോലെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയായി വരുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.